എൻ്റെ ആഗ്രഹം എന്താ അറിയോ? എനിക്ക് മരിക്കുന്നതിന് മുന്നേ ഞാൻ ജനിച്ച സ്ഥലത്ത് പോകണം, ആ സ്ഥലം കാണണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലായിരുന്നല്ലോ, അവിടെ ഒന്ന് പോകണം. ഇതെൻ്റെ അമ്മയും കേൾക്കുന്നുണ്ടാവും. കുറച്ചെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അവിടേക്കൊക്കെ ഒന്നൊക്കെ പോകും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. എന്താണെന്നറിയില്ല, കേരളത്തിനകത്തായാലും ഞാൻ അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും പോവില്ല. അങ്ങനെ പേടിയില്ലാണ്ട് പോകുന്നു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, പിന്നെ കണ്ണൂർ, അതിനപ്പുറം തൃശ്ശൂർ. അതിനപ്പുറത്തേക്കൊന്നും ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഒറ്റയ്ക്ക് ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പേടിയില്ല. അതിനപ്പുറത്തേക്ക് ഞാൻ വർക്കൊന്നും ഏറ്റുപിടിച്ചിട്ടുമില്ല. കാലക്രമേണ നമ്മൾ പോവുമായിരിക്കും അല്ലേ. പിന്നെ ഗോവയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് അതും പെൻഡിങ്ങിലാണ്. പിന്നെ അമ്മയൊക്കെ വയസ്സായി, അവർക്കൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. എന്തായാലും ഞാൻ ജനിച്ച സ്ഥലവും 5 വയസ്സ് വരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലെല്ലാം ഞാൻ എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ചാവുന്നതിന് മുന്നേ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ LKG UKG പഠിക്കുമ്പോൾ അന്ന് അവിടെ ചെറിയ ഒരു ബ്ലൂ ഫ്രോക്കാണ്. നമുക്ക് കുറേ മുന്നേ ഓരോ ഫോട്ടോസ് ഉണ്ടായിരുന്നു. വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയപ്പോൾ ഫോട്ടോസ് എല്ലാം പോയി. അവിടെ ഒരു പെങ്കൊച്ചുണ്ട് കേട്ടോ. അമ്മീ ഭയങ്കര അടി ഗുസ്തി. എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും, ഞാൻ ഉപദ്രവിക്കും. വൈകുന്നേരം ആകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടാളും ആരോടും പറയില്ല. നെക്സ്റ്റ് ഡേ ഇത് തന്നെ. ആ 2 കൊല്ലം ഇത് തന്നെയായിരുന്നു. അത്രയ്ക്കടി, ആമ്പിള്ളേരെ കിടന്ന് അടി കൂടുന്ന മാതിരി അടിയായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ എവിടെ പോരുമോ നമ്മളെ ഈ അടിയൊക്കെ കണ്ടിട്ട്. അത് പിള്ളേർക്ക് അറിയില്ലായിരിക്കും അല്ലേ ടീച്ചറിനോടൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും. പക്ഷേ ഇങ്ങനെ ഭയങ്കര ശത്രുതയായിരുന്നു എനിക്ക് അവളോടും, അവൾക്ക് എന്നോടും. ഞാൻ അവളെ പോലെ തന്നെയായിരിക്കണേ. അങ്ങനെ ഒരു കുട്ടിക്കാലം. എന്നിട്ട് ഒരിക്കൽ അമ്മ എങ്ങാണ്ട് എന്നെ നിർത്തിയിട്ട്, ഫാദറിൻ്റെ അടുത്ത് നിർത്തിയിട്ട്